വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം നോമ്പുമണിയുടെ രണ്ടാമത്തെ ഡേ ആണെന്ന്. അതിൻ്റെ ഇടയ്ക്ക് 2 ദിവസം എനിക്ക് സുഖമില്ലാതെയായി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ സേഫ്റ്റി നോക്കുന്നുണ്ട്. ഇതിട്ടിട്ടില്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ട് വരും. അപ്പം നമുക്ക് തുടങ്ങല്ലേ. ഇങ്ങിട്ട് കയറി ആദ്യം തന്നെ വെള്ളം എടുത്ത് അവിടെ നിന്ന് മാറ്റട്ടെ കേട്ടോ, ഇല്ലെങ്കിൽ അതിലേക്ക് ആകെയാവും. അപ്പം വാ സ്റ്റാർട്ടിങ് അങ്ങോട്ട് താഴേക്ക് വലിച്ചിങ്ങോട്ട് ഇടുക തന്നെ. നല്ല രസമല്ലേ താഴേക്ക് ഇടാൻ. അത് കഴിഞ്ഞിട്ടുള്ള പണി ആലോചിക്കുമ്പോഴാണ്. അങ്ങ് വലിച്ച് താഴേട്ടിട്ട് ഇത് കണ്ടപ്പോൾ ഇത് തീരുന്നില്ല. എത്ര വലിച്ചിട്ടിട്ടുണ്ടല്ലോ, ഓരോ ഭാഗത്തു നിന്ന് ഇട്ടിട്ടൊന്നും ഒന്നും ആവണുണ്ടായില്ല. ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ഓരോ സെക്ഷനായിട്ട് ചെയ്യുക, വലിച്ച് താഴേക്ക് ഇടാനില്ല ആ ഇൻട്രസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ പോവും. അപ്പോൾ ഈ പണി എടുക്കുമ്പോൾ ആദ്യം തന്നെ വേണ്ടത് ഓരോ സൈഡ് കഴിഞ്ഞ് പോണതായിരിക്കും ഏറ്റവും നല്ലതില്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ചു പോകും. അപ്പം ഞാൻ ആദ്യം കുറച്ചെടുത്തിട്ട് ആ സൈഡ് ക്ലീൻ ചെയ്ത് തുടച്ചിട്ടാണ് അടുത്ത ഭാഗം ചെയ്യണത്. ആദ്യം ഞാൻ കരുതി ഒന്നായിട്ട് താഴത്തേക്ക് വലിച്ചിടാന്ന്. അപ്പോഴാണ് ആലോചിച്ചത് ജനൽ തുറന്നിട്ടില്ല എന്നുള്ളത്. കുറച്ച് കാറ്റ് വെളിച്ചൊക്കെ കയറട്ടേനേ. അങ്ങനെ ഞാനതൊക്കെ ചെയ്തതിന് ശേഷം അടുത്തത് താഴോട്ട് വലിച്ചങ്ങനെ വെക്കുന്നുണ്ട്. ഇതിൽ ഇത്രയും സാധനങ്ങളുണ്ടായിരുന്നോ എന്നുള്ളതാണ്. ഇതിനൊരു അവസാനം ഉണ്ടായില്ല. എന്തോരം തുടക്കാൻ കാണുമ്പോൾ ഒരു ഇത്തിരി ഭാഗ്യം ഉണ്ടായുള്ളൂ. പക്ഷെ ഞാനുണ്ടല്ലോ ഒരു 9 മണി മുതൽ 3 മണി വരെ ഇതിൻ്റെ ഈ ഒരു എത്ര ഏരിയ തീർക്കാൻ എനിക്ക് വന്നെന്നുള്ളതാ. കാണുമ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, പക്ഷെ ഇതൊക്കെ പാടെ തുടച്ച് ഉള്ളിലോട്ട് വെക്കാണ്ടല്ല. ഞാൻ എൻ്റെ അമ്മോ എന്നെ വിളിച്ചായിരുന്നു. എൻ്റെ പൊന്നോ. അപ്പം നമുക്ക് ഈ കഴുകിയെടുത്ത് വെച്ച സാധനം വീണ്ടും കുറച്ചുകൂടി ഉണ്ട് കഴുകാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ ഓരോന്ന് എടുത്തിട്ട് അങ്ങനെ കഴുകുകയാണ്. ഏതായാലും പണിയെടുക്കുകയാണ്, അപ്പോൾ പിന്നെ വൃത്തിക്കെടുക്കാൻ തന്നെ കരുതി. അങ്ങനെ ഓരോ പാത്രങ്ങളായിട്ട് കഴുകി എടുത്ത് വെയിലത്തോട്ട് വെക്കാമെന്ന് വിചാരിച്ച്. ഇനി ഇവർ കുറച്ച് നേരം വെയിൽ കൊള്ളട്ടെ. അപ്പോഴേക്കും നമുക്കിതാ ഈ സൈഡ് ഞാൻ ക്ലീൻ ചെയ്തതിൻ്റെ മേലേക്ക് തന്നെ വെച്ച് ഇനി എടുത്തോടത്ത് തന്നെ എടുത്ത് വെക്കുക. ഭ്രാന്താണ് ശരിക്കും. അല്ല എനിക്കല്ല, എല്ലാവർക്കും. അപ്പം അങ്ങനെ ഓരോന്ന് അതേ സ്ഥലത്ത് തന്നെ വെച്ച് എന്നിട്ടാണ് അടുത്ത ഭാഗത്തേക്ക് ഞാൻ പോണത്. അതിൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം. അപ്പം നമുക്ക് കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് തുടങ്ങാന്നേ. അപ്പം ഇനി ഞാൻ കുറച്ച് ജ്യൂസ് കുടിക്കട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് തുടങ്ങാം. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ എൻ്റെ കൈ നോക്കിയത്. എൻ്റെ പൊന്നെ, ആകെപ്പാട് ഡ്രൈ ആയി പൊട്ടി നശിഞ്ഞ് ആകെ ഇതായിട്ടുണ്ടായി. ഇനി ഇതൊന്ന് എടുത്ത് ഓരോരോ സാധനങ്ങൾ അതൊക്കെ തന്നെ വീണ്ടും അടുക്കി ഒതുക്കി വെക്കാം. ശരിക്കും ഇതെന്താ ഭ്രാന്താടാ. എന്തേലും ആട്ടെ, ഇതൊക്കെ ചെയ്യണതല്ലേ. ഇതൊക്കെ പണ്ട് മുതലേ ചെയ്യണത്. അതിൻ്റെ ഇടയ്ക്കാണ് താഴത്തേക്ക് നോക്കിയത്. പഠിച്ചോനെ പെട്ടെ. വണ്ടിക്കുള്ള ആവശ്യമുള്ള എല്ലാ സാധന കുന്ത്രാണ്ടങ്ങളും അതിൻ്റെ ഉള്ളിലായിരുന്നേണ്ട. എൻ്റെ പൊന്നു, ഇത് തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നം തന്നറിയതില്ല. ഏതെങ്കിലും ഒന്ന് മിക്സായി കഴിഞ്ഞാൽ അത് തന്നെ ആവശ്യം വരും. അതാണ് വലിയൊരു പ്രശ്നം. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് വന്നോട്ടെ എന്നും പറഞ്ഞ് ഓരോന്നായിട്ട് എടുത്ത് ക്ലീൻ ചെയ്യാണ് മക്കളെ. സോറി, ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷമാണ് ഇഷ്ടം പോലെ ഗ്ലാസ് ഉണ്ട്. ഇനി ഗ്ലാസ് കഴുകി മാറ്റി വെക്കാമെന്ന് വിചാരിച്ചത്. കഴുകിയിട്ട് തീരണ്ടേ. ഇതൊരു സൈഡത്തെയാണ്. ഇനി ഇത്രമാത്രം ഗ്ലാസ്സുകൾ എന്തിനാണ് ഇവരൊക്കെ വാങ്ങി കൂട്ടി വെച്ചതെന്നാണ് ഞാൻ ആലോചിക്കണത്. കുറച്ചെങ്ങാനും ആണോ? ആകെ 2-3 പേരുണ്ട്. ഒരു 300 ഗ്ലാസ്സും ഉണ്ട്. കഴുകിയിട്ടും തീരണുണ്ടായില്ല. ഇത് ഡൈനിങ് ഹാളിലാണെങ്കിൽ കിച്ചണിലേക്ക് പോകുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ചിട്ട് എനിക്കിപ്പോൾ തന്നെ തല കറങ്ങണുണ്ട്. പിന്നെ കറങ്ങിയിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ ചെയ്യണം. അപ്പം പിന്നെ അങ്ങോട്ട് ഇടുക്കുക തന്നെ. ഒരവസാനമില്ലാത്ത കഴുകലായിരുന്നു. പിന്നെ എനിക്ക് ശരിക്കും തോന്നുന്നത് ഭ്രാന്താണെന്ന്. കഴുകി വെച്ച ഗ്ലാസ്സൊക്കെ വീണ്ടും കഴുകണം. കണ്ട നിരത്തി വെച്ചാണ്. വല്ല ഗ്ലാസ് ഷോപ്പും തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 പൈസ വരുമാനം ഉണ്ടാക്കായിരുന്നു. ഒരു സൈഡത്തെ കഴുകി ക്ലീനാക്കി. ഇനി നമുക്ക് ഇവിടെയൊക്കെ അങ്ങോട്ട് വെളുപ്പിച്ചെടുക്കാം. എന്നും തുടക്കണമാണ്. പിന്നെന്തിനാലേ എക്സ്ട്രാ വേറൊരു ദിവസം ഇങ്ങനെ തുടക്കണേ. എന്തായാലും ഇതൊക്കെ ഞാൻ വീണ്ടും തുടച്ച് ക്ലീനാക്കി. ഇനി ഇവിടെ വന്ന് അവർ റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ, പാവങ്ങൾ. ഗ്ലാസ്സൊക്കെ ഞാൻ അവിടെ ആവശ്യമുള്ളതൊക്കെ അവിടെ പോയി റെസ്റ്റ് എടുക്കട്ടെ. ബാക്കി നമുക്ക്
മണിയറയിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇവിടെ വെക്കാനാ? അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഗ്ലാസ് കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ക്ലീൻ ആക്കിയായിരുന്നു കേട്ടോ, എടുക്കാൻ മറന്നതാണ്. കുറച്ചൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഇനി നമുക്ക് ഇവരെ കുളിപ്പിച്ചെടുക്കാം. ഈ പ്ലേറ്റൊന്നും ഞങ്ങൾ യൂസ് ചെയ്യാറൊന്നുമില്ല, വെറുതെ ഒരു ഷോക്ക് വേണ്ടി വെക്കണതാണ്. എന്തായാലും നമുക്കത് ക്ലീൻ ചെയ്ത് വെക്കാം. അങ്ങനെ അതൊരു ഭാഗത്ത് കഴുകി ഓരോന്നായിട്ട് വെച്ച്. ഇതൊക്കെ എന്തിനാണ്? പിന്നെ എടുത്തില്ലെന്ന് വേണ്ടല്ലോ അല്ലേ. അത് കാരണം ഞാനിപ്പോൾ സോപ്പൊന്നും ഉപയോഗിക്കില്ല കേട്ടോ, കാരണം കൈ പൊട്ടിപ്പോണ്. ഇനി നമ്മളുടെ മെയിൻ ഏരിയ ജനൽ, ഇത് തുടക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. ഓരോന്നായിട്ട് തുടച്ചെടുക്കുമ്പോഴത്തേനുള്ളൊരു ബുദ്ധിമുട്ട് കുറച്ചൊന്നുമല്ല. അങ്ങോട്ട് തുടച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി പൈപ്പും ടൈലും ഒക്കെ തുടച്ച് ക്ലീനാക്കി ഞാൻ കുളിപ്പിക്കണ കണ്ടാ. യാ, ഇനി എന്നും തുടക്കണം മിക്സിയിലേക്കാണ് പോണത്. കണ്ട, മിക്സിയുടെ മുന്നേ നമുക്ക് ഈ ടൈലൊന്ന് തുടക്കാനുണ്ട്. ആ ടൈല് തുടച്ചതിന് ശേഷം നമുക്ക് മിക്സിയിലേക്ക് പോകാം. ഓക്കെ, ഓരോന്നായിട്ട് തുടച്ച് ഞാൻ ക്ലീനാക്കി. ഇനി നമ്മളുടെ മെയിൻ പാർട്ടായിട്ടുള്ള മിക്സി എന്നും തുടക്കണതായാലും ഇന്ന് ഇതിൽ നീയും പെടും മോനെ. അങ്ങനെ ഞാൻ നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട. ഇവിടുത്തത് കഴിഞ്ഞു, ഒരു മാറ്റവും തോന്നുന്നില്ല. ഇത്രയും നേരം പണിയെടുത്തിട്ട് ഇതൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ടുള്ള ഈ പാർട്ട് നോക്കാം. അപ്പം ഇത് തുടച്ച് ഇനി ഇതിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് വീഴാം. വാ, അങ്ങോട്ട് വെളുപ്പിച്ചെടുക്കന്നെ. അപ്പം എങ്ങനെ ഇരുന്ന് തുടക്കന്നെ, തുടച്ച് അയ്യോ. അപ്പം നമ്മളിതിങ്ങനെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ജനൽ പുറത്തുനിന്ന്, അകത്തത് കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് പോയത് കേട്ടോ. ഐ മീൻ മനസ്സിലായില്ല അതന്നെ. എൻ്റെ പൊന്നോ, ഇതൊക്കെ കുറേ ഞാൻ ചെറുതായിരുന്ന മുതലേ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ പിന്നെ ഞാനായിട്ട് ഇതിനൊരു മാറ്റം വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യണത്. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോഴേ മനസ്സിലായത് അങ്ങടും ഇല്ല ഇങ്ങടും ഇല്ല. ഇപ്പോഴാണ് ഒന്ന് സമാധാനമായതെന്നുള്ളതാണ് ഈ ഇതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ. കാരണം അത്രയും നേരം പണിയായിരുന്നു. അതും ഒരു ഏരിയ എടുക്കണമെങ്കിൽ ഒരു ദിവസം, ഇനിയിപ്പം നാളെ ഒരു ദിവസം, അങ്ങനെ എത്ര പാർട്ട് ഞാൻ എടുക്കേണ്ടി വരുമെന്നാണ് ഞാൻ ആലോചിക്കണത്. പക്ഷേ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സമാധാനം, നോമ്പിന് നമ്മളിത് ചെയ്തല്ലോ എന്നുള്ളൊരു സമാധാനമുണ്ട്. കാരണം ചെറുപ്പം മുതലേ വീട്ടിലെല്ലാവരും എടുത്ത പാത്രവും എടുക്കാത്ത പാത്രവും എല്ലാം അലക്കി ക്ലീൻ ചെയ്യുന്നതൊക്കെ നമ്മൾ മൈൻഡിലേക്ക് ഇങ്ങനെ വരില്ല. അപ്പോൾ പിന്നെ നമ്മളും അതന്നെ അങ്ങ് ഫോളോ ചെയ്ത് അങ്ങനെ പോവുക. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് ഈ ഏരിയ അപ്പം ഇന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു റൂം മൊത്തമായിട്ട് ഞാൻ എല്ലാ ഭാഗം ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അതെ, ഞാനിന്ന് വിജയിച്ചിരിക്കുന്നു. ഒരു സമാധാനം. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് വന്നതിന് ശേഷം ഞാനിവിടെ പിന്നെ തുടക്കുകയാണ്. ഇനി ഇവിടെ തുട കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇന്നത്തെ പരിപാടി നമ്മളിത് തീർന്നു. വാവ്. ഇനി നാളെ നമുക്ക് നെക്സ്റ്റ് ദി എൻഡിൽ വല്ല ചേഞ്ചൊന്നും ഇല്ലെങ്കിലും സത്യത്തിൽ ഞാൻ കഷ്ടപ്പെട്ട് പണിതിട്ടുണ്ട്. അപ്പം എല്ലാവരോടും ബായ് ബായ്. ഇനി പാർട്ട് 3 കാണാമെന്ന് വിചാരിക്കുന്നു. കണ്ട, ഭ്രാന്തിയായിട്ടുണ്ട്, കുഴങ്ങിച്ചത്ത്. എൻ്റെ പൊന്നു, ഇനി നാളത്തെ പാട്ടെടുക്കാൻ ഞാൻ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നമുക്ക് നാളെ കാണാം കേസ്, ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാണാം. എൻ്റെ മക്കളെ, ഇനി നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കാണാം. അപ്പം എല്ലാവരോടും ബായ്. ചത്ത്. ഇനി കുളിക്കണം, ഫുഡ് കഴിക്കണം, നിസ്കരിക്കണം, എവിടെയെങ്കിലും പോയി ഒന്ന് കിടക്കണം. അപ്പം എല്ലാവരോടും ബായ്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റിയ ചെയ്താൽ മതി, ഇഷ്ടപ്പെട്ടാൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കണ്ടാൽ മതി കേട്ടോ. ഇനി കാണാൻ ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു. എന്തായാലും നിങ്ങൾ ആരും ഇവിടെ വരുന്നതും വായിച്ച് ചെയ്തിട്ടുണ്ടാവില്ല.